കൂട്ടുകാരെ, നമുക്കിന്നൊരു ഇരുമ്പാമ്പുളിയുടെ അച്ചാറുണ്ടാക്കാം. നമുക്ക് ഈ ഇരുമ്പാമ്പുളി ഈ പാത്രത്തിൽ അരിഞ്ഞിടാം. ഇതിപ്പോൾ 2 കഷ്ണമായിട്ടാണ് ഞാൻ നുറുക്കുന്നത്. 2 കഷ്ണമായിട്ട് നുറുക്കിയിട്ട് 4ആയിട്ട് കീറുക. പഴുക്കാത്ത ഇരുമ്പാമ്പുളി ഇത് എടുത്തിട്ട് ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതാവുമ്പോൾ മുറിച്ചിട്ടാൽ മതി. കുറച്ച് വലുതായിരിക്കുന്നത് 4 കഷ്ണമാക്കി അരിയുക. അരിയൽ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി മസാല കൂട്ടുമ്പോൾ ബാക്കിയിടാം. എന്നിട്ട് കുറച്ച് സുർക്ക ഒഴിക്കുക. ഇത് ചെറിയ കുപ്പിയാണ്, ഇതിലൊരു 1/2 കുപ്പി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് 3 ദിവസം നമുക്ക് ഇതിലിട്ട് വെക്കാം. ഇത് സുർക്ക ഇങ്ങനെ ഇതായി നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇത് കേടുവരുള്ളൂ. ഇത് നമുക്കിനി മൂടി വെക്കാം. നമ്മൾ 2 ദിവസത്തേക്ക് മുന്നേ ഉപ്പിലിട്ട് വെച്ച ഇരുമ്പാമ്പുളി അച്ചാറിടുകയാണ്. അത് ഉപ്പിലിട്ട് വെച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ സുർക്കയും ഒഴിച്ച് അതിൻ്റെ പുളി പോവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി ഇച്ചിരി കടുകിടാം. ഇനി കടുക് പൊട്ടി ഇതായി പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച്. പച്ചമുളക് വാടി അതിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം. ഇറക്കി വെക്കാം ആദ്യം. എന്നിട്ട് പാകത്തിനുള്ള മുളക് പൊടി ഇടാം. എന്നിട്ട് ഇച്ചിരി അച്ചാർ പൊടി ഇടാം. ഇച്ചിരി ഇല്ല, ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ഇടാം. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് ലേശം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിക്കാം. തീരെ എണ്ണ ഉണ്ടായിരുന്നില്ലേ, മതി. ഇനി ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറി ഇത് ഇതിൽ ഒഴിക്കാം. ഇത് ഉപ്പ് എല്ലാം പാകാണ് ഇപ്പം.
ഇപ്പം ഇരുമ്പാമ്പുളിയുടെ അച്ചാർ റെഡിയായി. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവരും ഇത് കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.